അല്ല, അദ്ദേഹത്തിന് പാണക്കാട്ട് പോയി പെർമിഷൻ എടുക്കണമായിരിക്കും. അതായിരിക്കും അദ്ദേഹത്തിന് ഇനി വന്ദേമാതരം ചൊല്ലുന്നു എന്ന് പറയാൻ തൻ്റെ ഇടവില്ലാത്തൊരു മുഖ്യമന്ത്രിയെ എന്താ വിളിക്കേണ്ട പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ അഭിമാന ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ചെല്ലാൻ കണ്ടോളൂ ഒളിച്ചു വെക്കാൻ ആരോടാണ് മുഖ്യമന്ത്രിക്ക് അനുവാദം മേടിക്കേണ്ടത്? എത്ര ദയനീയമായ, എത്ര നികൃഷ്ടമായ ഒരു 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 പ്രവൃത്തിയാണ്. ഈ രാഷ്ട്രത്തിന് സിന്ദാബാദ് വിളിക്കാൻ, വന്ദേമാതരം ചൊല്ലാൻ ആരോടാണ് മുഖ്യമന്ത്രിക്ക് അനുവാദം മേടിക്കേണ്ടത്? ഇത് വളരെ ദയനീയം. ഒരു കാര്യം BJP പറയുന്നു, നിങ്ങൾ ചൊല്ലാൻ മടിച്ചാലും മടിച്ചില്ലെങ്കിലും ചൊല്ലിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ 15,000 കേന്ദ്രങ്ങൾ BJP വന്ദേമാതരം പൂർണ്ണമായും ആലോചിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തും ഓഗസ്റ്റ് 15. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്, അതെല്ലാവരും അറിയിക്കുന്നു. അതിനുശേഷം ഈ സർക്കാരിൻ്റെ തീരുമാനം മറിച്ചാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ BJP നടത്തും? അല്ല, തീർച്ചയായിട്ടും ഓഗസ്റ്റ് 15 എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും BJP വന്ദേമാതരം പാടും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും, എല്ലാ ബൂത്തുകളിലും. അങ്ങനെ 15,000 കേന്ദ്രങ്ങളിലാണ് BJP ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ദേശഭക്തിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും BJP തയ്യാറാകില്ല. അത് ഏതറ്റം വരെയും അവർ പാടാതിരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പാടിക്കാൻ ഞങ്ങൾക്കറിയാം. അത് ഇന്ന് പാർലമെൻറ്റിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് എഴുന്നേറ്റ് വന്ദേമാതരം പാടുന്ന കേട്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഈ രാജ്യത്തിന് വിരുദ്ധമായ നിലപാടുകളുമായി കോൺഗ്രസ് ഗവൺമെൻറ് മുമ്പോട്ട് പോയാൽ അത് പൊതുസമൂഹത്തിനോടൊപ്പം ജനകീയ പ്രക്ഷോഭമാക്കി നമ്മൾ മാറ്റും, ഒരു സംശയം വേണ്ട. ഈ ലീഗിനെ പേടിച്ചാണോ ഇങ്ങനൊരു നിലപാട്? അല്ല, ആരെയാണ് ഇവർ പേടിക്കുന്നത്? ഞാൻ താനൂർ റെയിൽവേ സ്റ്റേഷൻ 10 കോടി രൂപയ്ക്കടുത്ത് നരേന്ദ്രമോദി സർക്കാർ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ വന്ദേമാതരം പാടാൻ പറ്റില്ല, അവിടെ വിളക്ക് കത്തിക്കാൻ പറ്റില്ല. എന്താണ് ഇത്? ഭാരതത്തിൻ്റെ സംസ്കാരമല്ലേ? ഇപ്പോൾ വിളക്ക് കത്തിക്കുന്നതിൽ എന്തിനാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ മന്ത്രിമാർ പേടിക്കുന്നത്? ആ വിളക്ക് കത്തിക്കുന്നുണ്ടോ അവരുടെ സംസ്കാരം ഇടിഞ്ഞു പോവോ? അല്ലെങ്കിൽ അവർക്ക് മതപരമായി എന്തെങ്കിലും വിലക്കുണ്ടോ വിളക്ക് കത്തിക്കുന്നതിൽ? ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. നമ്മൾ ചെണ്ട കൊട്ടുന്നത് എന്തിനാ? അത് ഈ നാടിൻ്റെ സംസ്കാരമാണ്. അത് പള്ളിയിലും കൊട്ടും, അമ്പലത്തിലും കൊട്ടും, മുസ്ലിം പള്ളിയിലും കൊട്ടും. അത് ആഘോഷങ്ങൾക്കെല്ലാം നമ്മൾ ചെയ്യും. ഇത് ഒരു വിളക്ക് കത്തിക്കുക ഐശ്വര്യമാണ്, ദീപമാണ്. അത് തെളിക്കാൻ പോലും ഇവിടെ വർഗീയത കാണുന്ന, അതിന് മതം കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇതിനെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെങ്ങനെ പറയുന്നത്? അത് വർഗീയ പ്രസ്ഥാനമാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അജണ്ട മുസ്ലിം ലീഗിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിന് തടയിടാൻ BJP ഇവിടെ ഉണ്ടാവും, ഒരു സംശയം വേണ്ട.